ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നിന്ന് ഒരു പുസ്തകം താഴേക്ക് വീണു. ആ പുസ്തകം മുൻപരിചയമുള്ളതുപോലെ പ്രാർത്ഥന അത് തുറന്നു. പെട്ടെന്നാണ് രുദ്രന്റെയും തൻ്റെയും വിവാഹ ആൽബമാണ് അതെന്ന് പ്രാർത്ഥനയ്ക്ക് മനസ്സിലായത്. പെട്ടെന്ന് പ്രാർത്ഥന 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന തങ്ങളുടെ വിവാഹ കാര്യം ആലോചിച്ചു. പ്രാർത്ഥനയും കൂട്ടി കല്യാണ മണ്ഡപത്തിൽ എത്തി. രുദ്രന്റെ തൊട്ടടുത്തായി പ്രാർത്ഥനയെ ഇരുത്തി. ഇരുവരുടെയും വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടി. പൂജാരി വിവാഹമന്ത്രം ആരംഭിച്ചു. മംഗളം ഭഗവാന വിഷ്ണു, മംഗളം ഗരുഡധ്വജ, മംഗളം പുണ്ടരീകാക്ഷ, മംഗളായ ധനോഹരി. ഇനി വരൻ വധുവിന്റെ കഴുത്തിൽ മംഗല്യ സൂക്തം അണിയിച്ചോളൂ. രുദ്രൻ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും അനുമോളാണെന്ന് കരുതി മൂടുപടമിട്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ കഴുത്തിൽ താലി കെട്ടി. അത് കണ്ടതും പ്രാർത്ഥന ഞെട്ടി. ഭഗവാനെ, എൻ്റെ മുഖത്തെ ഈ മൂടുപടം മാറ്റുമ്പോൾ എല്ലാവരും ഞെട്ടും. ഞാൻ എന്താ ഇനി ചെയ്യുക? ഇപ്പോൾ പൗർണമിയുടെ സമയമാണല്ലോ. എനിക്ക് രൂപം മാറാൻ കഴിയില്ല മഹാദേവ. അല്ലെങ്കിൽ ഹനുമോളൊരു രൂപം സ്വീകരിക്കാമായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? അന്നേരം പൂജാരി പറഞ്ഞു, ഇനി വരനും വധുവും അഗ്നിയെ വലം വെച്ച് വരൂ. ഇരുവരും അഗ്നിയെ വലം വെച്ച് വന്നു. ഇനി വരൻ വധുവിന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തു. അന്നേരം പ്രാർത്ഥനയുടെ മൂടുപടം ഉയർത്തി. പ്രാർത്ഥനയുടെ മുഖം കണ്ട എല്ലാവരും ഞെട്ടിത്തരിച്ചു. മറ്റുള്ളവരുടെ കണ്ണിൽ ഇത് പ്രാർത്ഥനയാണ്, രഘുവീറിന്റെ ഭാര്യ പ്രാർത്ഥന. ഒരു തവണ രഘുവീറുമായി വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച പ്രാർത്ഥന എങ്ങനെ ഈ മണ്ഡപത്തിൽ വന്നുവെന്ന് അറിഞ്ഞ എല്ലാവരും ഞെട്ടലിൽ കൊണ്ട് മൂക്കത്ത് വിരൽ വെച്ചുപോയി. പെട്ടെന്നാണ് അത് കണ്ടത്. മണ്ഡപത്തിൽ രുദ്രൻ കെട്ടിയ താലിയുമായി പ്രാർത്ഥന. ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ പ്രാർത്ഥനയെ ആ മണ്ഡപത്തിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ കരണത്ത് തല്ലി. എടി, നീയോ? നീ ഈ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ ചിന്തിച്ചില്ല. നീ എന്താ ഇപ്പൊ ചെയ്തതെന്ന് നിനക്കറിയില്ല. നീ രഘുവിന്റെ ഭാര്യയാണ്. അവനെയാണ് നീ ഇപ്പൊ വഞ്ചിച്ചിരിക്കുന്നത്. അവൻ നിന്നെ വിവാഹം കഴിച്ചവനാണ്. അവന്റെ ഭാര്യയായി ഇരിക്കുമ്പോൾ തന്നെ നീ ഈ കാണിച്ച അഹങ്കാരത്തിന് നീ ഇനി ജീവിച്ചിരിക്കാൻ പോലും പാടില്ല. നിന്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരു കുഞ്ഞിന്റെ അമ്മയല്ലേ നീ? ഇത്രയും പറയുമ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന രുദ്രനും ഋഷിയുമെല്ലാം ഞെട്ടലിന്റെ കൊടുമുടിയിലായിരുന്നു. പ്രാർത്ഥനയെ വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞെട്ടലോടെ ഉർവശിയും പാഞ്ചാലിയും ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയെ തല്ലാനായി കൈയോങ്ങി. അന്നേരം ആ കൈ തടുത്തുകൊണ്ട് പ്രാർത്ഥന പറഞ്ഞു, നിർത്തമ്മേ. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ആരെയും ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല. രഘുവിനെ വിവാഹം കഴിച്ചത് ഞാനല്ല. പ്രാർത്ഥന പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഞെട്ടലിലായിരുന്നു. എന്ത് വിഡിതമാണ് നീ വിളിച്ചു പറയുന്നത്? നീ രഘുവിനെ വിവാഹം കഴിച്ചില്ലെന്നോ? പിന്നെ നിന്റെ കുഞ്ഞോ? ഇത്രയും ചോദിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പ്രീതിയും രഘുവും അവരുടെ കുഞ്ഞുമായി എത്തി. ഞാനാണമ്മേ രഘുവിന്റെ ഭാര്യ, പ്രീതി രഘുവീർ അലാവത്ത്. പ്രീതിയെ കണ്ടതും അവിടെ കൂടി നിന്നവരെല്ലാം വീണ്ടും ഞെട്ടി. എല്ലാത്തിനുമുപരിയായി ഞെട്ടലിന്റെ കൊടുമുടിയിൽ പ്രതയും. നീ